ബഹുമാന്യരായ നമ്മുടെ എം.എൽ.എ. ശ്രീ എ.പി. അനിൽകുമാർ സാർ, വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ, അതേപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ.ടി. അജ്മൽ, നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ കെ.ടി. അഷ്റഫ് എന്ന കുഞ്ഞാക്ക, എൽ.പി. സ്കൂൾ എച്ച്.എം. ഷെഫീഖ് മാഷ്, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സെലീന ടീച്ചർ, എൽ.പി. സ്കൂൾ പി.ടി.എ. പ്രസിഡന്റ് അൻവർ സാദത്ത്, യു.പി. സ്കൂൾ പി.ടി.എ. പ്രസിഡന്റ് അബ്ദുൽ അസീസ്, ഹൈസ്കൂൾ പി.ടി.എ. പ്രസിഡന്റ് സഫീർ, നമ്മുടെ മുൻ പി.ടി.എ. പ്രസിഡന്റുമാരായ ടി.കെ. കുഞ്ഞി മുഹമ്മദ് സാഹിബ്, ശ്രീധരേട്ടൻ, നമ്മുടെ എം.എ.എൽ.പി. സ്കൂൾ എച്ച്.എം. ഉമ്മർ മാഷ്, ഹിന്ദി അധ്യാപക മഞ്ച് സംഘടനയുടെ പ്രധാന ഭാരവാഹികളായ യു.സി. സജിത്ത് മാഷ്, സിന്ധു ടീച്ചർ, സിദ്ദീഖ് മാഷ്, അതേപോലെ സിദ്ദീഖ് മാഷയുടെ ഭാര്യ അസ്മാബി, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, ഇന്നും ഇന്നലെയുമായി നമ്മുടെ സ്കൂളിൽ നമ്മുടെ വാർഷികമായ മാമാകവും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ സ്ഥാപിതമായ അന്നു മുതൽ ഹിന്ദി അധ്യാപകനായ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് മാഷയുടെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള യാത്ര അയപ്പ് സമ്മേളനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം 1995 നമ്മുടെ യു.പി. സ്കൂൾ സ്ഥാപിതമായത്. ആ സമയം വളരെ കുറഞ്ഞ കുട്ടികൾ കൊണ്ട് ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് 5, 6, 7 ക്ലാസ്സുകളിലായി 440ഓളം കുട്ടികൾ ഇവിടെ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠന പാഠ്യേതര വിഷയങ്ങളിലൊക്കെ നല്ല മികച്ച നേട്ടമാണ് അവർ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നേട്ടങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു പങ്ക് വഹിച്ചത് നമ്മുടെ ഇന്ന് വിരമിക്കുന്ന ശ്രീ സിദ്ദീഖ് മാഷ് അവറുകളാണ്. 1995 നമ്മുടെ സ്കൂൾ ഒരു അൺഎയ്ഡഡ് സ്ഥാപനമായി ആരംഭിച്ചപ്പോൾ വളരെ തുച്ഛമായ വേതനമാണ് ഇവിടെ നിന്ന് നൽകിയിരുന്നത്. എങ്കിലും ആ സമയം നമ്മളൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ ഒരു സംഖ്യക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം ജോലി ചെയ്തത്. അധ്യാപനം ഒരു ഡ്യൂട്ടിയായി ഏറ്റെടുക്കുന്നതിൽ അത്രത്തോളം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2003 ഞാനിവിടെ ഹെഡ് മാസ്റ്ററായിട്ട് ജോയിൻ ചെയ്യുന്നത്. ആ സമയം എന്നേക്കാൾ എത്രയോ അധികം പ്രായമുള്ള അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാൻ ആദ്യം ഒരു വൈമനസ്സൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ ഒരു കാരണവരെ പോലെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ സ്കൂളിലെ
പഠനയാത്രയായാലും അതുപോലെ തന്നെ ഇതുപോലുള്ള വാർഷിക മാമാങ്കങ്ങളായാലും എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു അധ്യാപകനായിരുന്നു നമ്മുടെ സിദ്ദീഖ് മാഷ്. അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് വേളയിലാണ് നമ്മളുള്ളത്. ഈ വരുന്ന മാർച്ച് 31 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ശരിക്കും ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 3/2/1968. ശരിക്കും യഥാർത്ഥത്തിൽ മറ്റു സർവീസുകളിലാണെങ്കിൽ ഇന്നാണ് അവർ യാത്ര കഴിഞ്ഞ് പോവേണ്ടത്. പക്ഷേ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു അധ്യയന വർഷം മുഴുവനായി പുറത്തു പോകുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹം 31 വരെ നമ്മുടെ സ്ഥാപനത്തിലുണ്ടാവും. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല എങ്കിലും എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ വണ്ടൂരിൻ്റെ ജനനായകൻ, വണ്ടൂരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യ MLA ശ്രീ AP അനിൽകുമാർ അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഷൈജൽ അടപ്പറ്റ, അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ KT അഷറഫ് എന്ന കുഞ്ഞാക്ക നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശിയായി നിന്നുകൊണ്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ഉടനെ ആ ആവശ്യം നിറവേറ്റി തരുന്ന തരത്തിലുള്ള എല്ലാ പിന്തുണയും നൽകുന്ന അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ LP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷഫീഖ് മാഷ്, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിൽന ടീച്ചർ അവരുടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ PTA പ്രസിഡന്റ്, അതേപോലെ PTA ഭാരവാഹികൾ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും പങ്കാളിത്തത്തോടുകൂടി അതിലേക്ക് ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർക്കുന്ന ഒരു PTA എക്സിക്യൂട്ടീവ്, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന PTA പ്രസിഡന്റ് നമ്മുടെ അബ്ദുൽ അസീസ് അവരുടെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഹൈസ്കൂൾ PTA പ്രസിഡന്റ് സഫീർ കഴിഞ്ഞ വർഷം നമ്മുടെ UP സ്കൂൾ PTA പ്രസിഡൻ്റായിരുന്നു. വളരെ മികച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ സാധിച്ചു. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ 1995 മുതൽ നമ്മുടെ മുഴുവൻ PTA പ്രസിഡന്റുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ കുറഞ്ഞ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി പിരിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ മുൻ PTA പ്രസിഡന്റുമാരായ കുഞ്ഞു മുഹമ്മദാക്ക, അതേപോലെ ശ്രീധരേട്ടൻ, അതേപോലെ EP ഫിറോസ്, ഉസ്മാൻ കാക്ക, നമ്മുടെ LP സ്കൂളത്തെ അൻവർ സാദത്ത്, ഇവരൊക്കെ അവരുടെ നിസ്സീമമായ പ്രവർത്തനത്തിൽ എല്ലാ സജീവമായ സഹകരണവും നൽകിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 1995 ഇവിടെ HM സ്ഥാനം വഹിച്ചിരുന്ന ഷൗക്കത്ത് അലി മാഷ്, അതുപോലെ പൂർവ്വകാല അധ്യാപകർ ഒക്കെ നമ്മുടെ ഈ വേദിയിലുണ്ട്. അപ്പോൾ അവരെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്നതിനും ഈ സിദ്ദീഖ് മാഷ്ക്ക് നൽകുന്ന യാത്രയപ്പ് നൽകുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷൈജൽ അടപ്പറ്റെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടിയുടെയും യാത്രയപ്പ് സമ്മേളനത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വണ്ടൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനനായ ശ്രീ AP അനിൽകുമാർ MLA അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഷൈജൽ എടപ്പറ്റ, വേദിയിലുള്ള ഇന്ന് കഴിഞ്ഞ ഏതാണ്ട് 28 വർഷക്കാലം ഈ വിദ്യാലയത്തിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത പ്രിയപ്പെട്ട സിദ്ദിഖ് മാസ്റ്റർ, പ്രിയപ്പെട്ട HM ഷിഹാബുദ്ദീൻ മാസ്റ്റർ, അതുപോലെ തന്നെ മാനേജർ ഏറെ ബഹുമാനായ KT അഷ്റഫ്, PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ്, MTA പ്രസിഡന്റ് ഖൈറുന്നീസ, ഷഫീഖ് മാസ്റ്റർ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, എൻ്റെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, വളരെ സന്തോഷകരമായ സന്ദർഭമാണ്. എത്തിങ്ങാന സ്കൂള് അതിൻ്റെ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉത്സവം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ എനിക്കറിയില്ല, ഞാനിവിടെ ഇതുപോലെ വാർഷികാഘോഷ ചടങ്ങിന് വന്നിരുന്നു. വളരെ വലിയ ജനകീയ പങ്കാളിത്തം, രക്ഷിതാക്കളുടെ പങ്കാളിത്തം, അതോടൊപ്പം തന്നെ പ്രോഗ്രാമുകൾ. ഞാൻ 2-3 പ്രോഗ്രാം ഇതിനിടയിൽ കാണുകയായിരുന്നു. ഏറ്റവും നല്ല വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ. നമ്മുടെ കുട്ടികൾ എന്തുമാത്രം കഴിവുള്ളവരാണ് പഠന കാര്യത്തിലും അല്ലാത്ത കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ബോധ്യമാകുന്ന ഇത്തരം പരിപാടികളിലാണ്. എല്ലാം കൊണ്ടും ഈ വാർഷികാഘോഷം, മാമാങ്കം എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ വാർഷികാഘോഷം വർണ്ണങ്ങളുടെയും കലയുടെയും ഒക്കെ ആഘോഷമാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ഇവിടെ മാനേജ്മെൻറ്റും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൊണ്ടാടുന്നു എന്നുള്ളത് സന്തോഷമാണ്. ഈ കുട്ടികളാണ് നാളെ നമുക്കൊക്കെ പ്രതീക്ഷ. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾ, അവരുടെ എല്ലാ കഴിവും, പഠനം മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം, എല്ലാ കാര്യങ്ങളിലും അവർ സജീവമായി ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളിലും അവർ പിന്നോക്കം നിൽക്കരുത്. എല്ലാറ്റിലും അവർക്ക് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും പഠിക്കാനും മുന്നോട്ട് പോകുവാനും ഒക്കെ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല രീതിയിൽ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്ന എത്തിങ്ങാന സ്കൂൾ മാനേജ്മെൻറ്റിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ സിദ്ദിഖ് മാസ്റ്റർ ഇന്ന് യാത്രയപ്പ് ഏറ്റുവാങ്ങുകയാണ്. കഴിഞ്ഞ 28 വർഷക്കാലം ഈ വിദ്യാലയത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം ലഭിച്ചു. ഈ അധ്യയന വർഷം കഴിയുന്നതോടുകൂടി അദ്ദേഹം ഈ വിദ്യാലയത്തിൽ നിന്ന് പിരിഞ്ഞു പോകും. തീർച്ചയായിട്ടും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആദരവ് സമൂഹം നൽകുന്നവരാണ് നമ്മുടെ അധ്യാപകർ. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകർ എവിടെ കണ്ടാലും അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുക സ്വാഭാവികമാണ്. ആ അർത്ഥത്തിൽ ഇന്നും സിദ്ദീഖ് മാസ്റ്റർ ഇന്ന് റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ നാളുകളിലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അധ്യാപന രംഗത്തും അല്ലാതെയും ഒക്കെ ഇനിയും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. 28 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സേവനം ഏറ്റവും മാത്രമായിരുന്നു. 4 നൂറ്റാണ്ടിലേറെ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ സ്ഥാപനവുമായി വല്ലാതെ അലിഞ്ഞു ചേർന്ന വ്യക്തിത്വമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എല്ലാ രീതിയിലും ഏറ്റവും നല്ല രീതിയിൽ ഒരു അധ്യാപകനായി പ്രവർത്തിച്ച് ഇന്ന് ഈ വർഷം റിട്ടയർ ചെയ്യുന്ന സിദ്ദിഖ് മാസ്റ്റർക്ക് ഭാവിയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ബഹുമാന്യപ്പെട്ട അനിൽകുമാർ സാർ, നമ്മുടെ വിരമിക്കുന്ന സിദ്ദിഖ് മാഷിനുള്ള പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാന്യപ്പെട്ട AP അനിൽകുമാർ സാറിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി സിദ്ദിഖ് മാഷെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും സമീപത്തേക്ക് എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 1995 മുതൽ നമ്മുടെ സ്കൂളിൻ്റെ ദിനരാത്രങ്ങളെ ധന്യമാക്കിയ മാന്യദേഹം സ്തുത്യർഹമായ സേവനത്തിനു ശേഷം ഇന്ന്
ഈ വേദിയിൽ വെച്ച് നമ്മോട് ഔപചാരികമായ യാത്ര പറയുകയാണ്. അദ്ദേഹത്തിനുള്ള പൊന്നാട അണിയിക്കുന്ന കർമ്മമാണ് ഇപ്പോൾ നിർവഹിച്ചത്. നന്ദി അനിൽകുമാർ സാർ. ഇനി ഉപഹാര സമർപ്പണമാണ്. മെമൻറ്റോ സമർപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ മെമൻറ്റോ AP അനിൽകുമാർ സാർ, ഷൈജൽ എടപ്പറ്റ എന്നിവർ ചേർന്ന് സിദ്ദിഖ് മാഷിന് സമർപ്പിക്കുന്നു. വണ്ടൂർ യതീംഖാന UP സ്കൂൾ നൽകുന്ന മെമൻറ്റോ ഈ വേദിയിൽ വെച്ച് ബഹുമാന്യരായ AP അനിൽകുമാർ സാർ, ഷൈജൽ എടപ്പറ്റ എന്നിവരുടെ നേതൃത്വത്തിൽ സിദ്ദിഖ് സാറിന് സമ്മാനിക്കുന്നു. മാനേജ്മെൻറ്റിൻ്റെ ഉപഹാരം ഞങ്ങളുടെ എല്ലാമായ കരുത്തനായ മാനേജർ KT മുഹമ്മദ് അഷ്റഫ് എന്ന കുഞ്ഞാക്ക സമർപ്പിക്കുന്നു. വണ്ടൂർ യതീംഖാന മാനേജ്മെൻറ്റിൻ്റെ വിടവാങ്ങൽ ഉപഹാരം സിദ്ദിഖ് മാഷിന് KT കുഞ്ഞാക്ക സമർപ്പിക്കുന്നു. UP സ്കൂൾ PTA നൽകുന്ന ഉപഹാരം അബ്ദുൽ അസീസ്, PTA പ്രസിഡന്റ്, മുൻ PTA പ്രസിഡന്റുമാരെല്ലാവരും, MTA പ്രസിഡന്റ് തുടങ്ങിയവരൊക്കെ ആ വേദിയെ ധന്യമാക്കുന്നുണ്ട്. PTA നൽകുന്ന ഉപഹാരം ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ് സാഹിബിൻ്റെയും MTA പ്രസിഡന്റിൻ്റെയും നമ്മുടെ മുൻ കഴിഞ്ഞുപോയ എല്ലാ PTA പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്നു. MTA നൽകുന്ന വണ്ടൂർ യതീംഖാന UP സ്കൂളിന് MTA സമ്മാനിക്കുന്ന ഉപഹാരം ഖൈറുന്നിസ, നമ്മുടെ MTA പ്രസിഡന്റ്, അവരും ടീമും നിർവഹിക്കുന്നു. MTA നൽകുന്ന ഉപഹാരം ഖൈറുന്നിസ ടീച്ചറും ടീമും ചേർന്ന് നിർവഹിക്കുന്നു. LP സ്കൂളിൻ്റെ ഉപഹാര സമർപ്പണമാണ് അടുത്തത്. അത് നിർവഹിക്കുന്നത് ഞങ്ങളുടെ കരുത്തനായ PTA പ്രസിഡന്റ് അൻവർ സാദത്ത് സാറാണ്. LP സ്കൂളിൻ്റെ മെമൻറ്റോ സമർപ്പണം നിർവഹിക്കുന്നത് LP സ്കൂൾ PTA പ്രസിഡന്റ്, LP സ്കൂൾ HM ഷെഫീഖ് മാസ്റ്റർ എന്നിവർ ചേർന്ന് സിദ്ദീഖ് മാസ്റ്റർക്ക് നൽകുന്നു. താങ്ക് യു സർ, താങ്ക് യു. അടുത്തതായി 2022-23 അധ്യയന വർഷത്തിൽ USS നേടിയ ലുഐ അസീസിനുള്ള ഉപഹാര സമർപ്പണമാണ്. ഈ ഉപഹാര സമർപ്പണം നിർവഹിക്കുന്നത് ബഹുമാന്യനായ വണ്ടൂർ MLA AP അനിൽകുമാർ സാർ. ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി USS ജേതാവ് ലുഐ അസീസ് KTയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉപഹാരം KT ഷമീം ആൻഡ് ടീം നിർവഹിക്കുന്നു. ആഷിഖ്, ഷമീം തുടങ്ങിയവർ നിർവഹിക്കുന്നു. യതീംഖാന UP സ്കൂളിൻ്റെ 100 കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി വന്ന് നമ്മുടെ വേദിയെ ധന്യമാക്കിയ KT ഷമീമും സംഘവും ആഷിഖ് ഉൾപ്പെടെയുള്ളവർ സിദ്ദിഖ് മാഷിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നു. ഹൈസ്കൂൾ നൽകുന്ന ഉപഹാരം സെലീന ടീച്ചർ, ഹെഡ് മിസ്ട്രസും നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് സഫീർ സാഹിബും ചേർന്ന് നിർവഹിക്കുന്നു. ഹൈസ്കൂൾ നൽകുന്ന ഉപഹാരം സെലീന ടീച്ചറും PTA പ്രസിഡന്റും ചേർന്ന് നിർവഹിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും സ്കൂളിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ഷൈജൽ എടപ്പറ്റ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ക്ലാസ് ടോപ്പേഴ്സിനുള്ള സമ്മാന വിതരണം ഈ വേദിയിൽ നടക്കുന്നു. 5A മുഹമ്മദ് മിഷാൽ P, 5B CS ശിവഗംഗ, 5C സന ഫാത്തിമ ആൻഡ് ഐഷ്ന ഫാത്തിമ, 5D അൽവിന, 6A നിഹാദ് അലി, 6B ഷാമിൽ സിദ്ദീഖ്.
6C മുഹമ്മദ് ഖദീർ TP, 7A ഫിദ ഫാത്തിമ N, 7B കൃഷ്ണേന്ദു TP, 7C നിസ്വനായം. ഇവർ എത്രയും പെട്ടെന്ന് വേദിക്ക് പിറകിൽ എത്തിച്ചേരുക. ഷൈജൽ അടപ്പറ്റ സാർ. ബഹുമാന്യനായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ AP അനിൽകുമാർ MLA അവറുകൾ, വേദിയിലുള്ള സ്കൂളിൻ്റെ മാനേജർ കുഞ്ഞാക്ക, സ്കൂളിൻ്റെ പ്രധാനാധ്യാപകർ പ്രിയപ്പെട്ട സഫീഖ് മാഷ്, സെലീന ടീച്ചർ, ഷിഹാബ് മാഷ്, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ വാർഷിക പരിപാടിയിലെ യാത്രയപ്പ് ഏറ്റുവാങ്ങുന്ന അതിഥി കൂടിയായിട്ടുള്ള എൻ്റെ ഏറ്റവും ബഹുമാന്യനായ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള സിദ്ദീഖ് മാഷ്, ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട അൻവർ, അസീസ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് സഫീർ, വേദിയിലുള്ള കുഞ്ഞോമാക്ക, മുൻ PTA പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ വളരെ മനോഹരമായ കലാപരിപാടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യതീംഖാന സ്കൂളുമായി ബന്ധപ്പെട്ട പരിപാടിയായതുകൊണ്ടും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ വിരമിക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ടും 2 വാക്ക് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഈ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്തുലമായ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളുണ്ട്. ഇന്ന് നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മുമ്പ് കാലത്ത് ഒരു SSLC പാസ്സായ ആളെ കാണണമെങ്കിൽ ഒരു പഞ്ചായത്തിലൊന്ന്, അതല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിലൊന്ന് എന്നുള്ള രീതിയിലായിരുന്നു. ഇന്ന് ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെ SSLC പരീക്ഷയുടെയും +2 പരീക്ഷയുടെയും ഒക്കെ റിസൾട്ട് വരുമ്പോൾ ഒരു വാർഡിനകത്ത് 10ഉം 20ഉം കുട്ടികളുടെ വീട്ടിൽ പോകേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഏറെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ എന്ത് ജോലിക്കാണോ പോയിരുന്നത് ആ ജോലിയിൽ മക്കളും ഏർപ്പെട്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മുടെ രക്ഷിതാക്കൾ ഡ്രൈവർമാരാണെങ്കിൽ മക്കളും ഡ്രൈവർമാരാവുന്നു. നമ്മുടെ രക്ഷിതാക്കൾ കൂലിപ്പണിക്കാരാണെങ്കിൽ മക്കളും കൂലിപ്പണിക്കാരാവുന്നു. നമ്മുടെ രക്ഷിതാക്കൾ ഗൾഫുകാരാണെങ്കിൽ മക്കളും ഗൾഫുകാരായി പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ രംഗം ഏറെ മാറി. ഏറ്റവും സാധാരണക്കാരായ കൂലിപ്പണിക്കാരൻ്റെ മക്കൾ പോലും MBBSകാരനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി മാറുന്ന ഒരു വിദ്യാഭ്യാസ പുരോഗതി ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ നമ്മൾ നേടിയെടുത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടി അവരൊക്കെ അത്യാവശ്യം സംവിധാനത്തോടു കൂടി പോകുമ്പോൾ പല വിദ്യാർത്ഥികളും പല ഉദ്യോഗസ്ഥരും ഇന്ന് നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ രക്ഷിതാക്കളെക്കുറിച്ചുമൊക്കെ മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മുടെ യതീംഖാന സ്കൂൾ പോലെയുള്ള ഈ സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ പഞ്ചായത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർക്കാർ പറയുന്ന, പഞ്ചായത്തുകൾ പറയുന്ന കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്കൊപ്പം അവർ ചെയ്യേണ്ടതായിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ പോലും ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകമായ ദിവസങ്ങളെ ഓർക്കുന്ന, നമ്മുടെ പ്രത്യേകമായ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ ജന്മദിനത്തിനും അതുപോലെ തന്നെ ചരമദിനത്തിനുമൊക്കെ ആ കാലഘട്ടങ്ങളെക്കുറിച്ചും ആ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള പ്രവർത്തനങ്ങളുമായി ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒട്ടനവധി പരിപാടിക്ക് ഈ സ്ഥാപനത്തിൽ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ
പിന്നെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമാണ്. ഇവിടുത്തെ കുട്ടികളെ അവരുടെ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ നാട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല ശുചിത്വമുള്ള കുട്ടിയുടെ വീട് തിരഞ്ഞെടുത്ത് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ സ്കൂളിൽ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ വീടും പരിസരവും ശുചീകരിച്ചുകൊണ്ട് അവിടെ പോയി പരിശോധന നടത്തി അതിലൊന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പ്രത്യേകമായ സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഇതിനകത്ത് വലിയ ഒരു സന്ദേശമാണ് നമ്മുടെ സ്കൂൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ശുചിത്വത്തിൽ ബോധവാന്മാരാക്കുന്നു, അതുപോലെ തന്നെ അവരെ അതിന് പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി പരിപാടികൾ ശ്യാം മാഷുടെയും ഷഫീഖ് മാഷുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് മുഹമ്മദ് മാഷ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മറ്റു നോൺ ടീച്ചർ സ്റ്റാഫായിട്ടുള്ള അസൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ നിസ്സീമമായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഞ്ചായത്തിൻ്റെ PEC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ സ്കൂളിൻ്റെ കാര്യത്തിന് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ പൊതുവായ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചർച്ചകളും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഈ സ്ഥാപനത്തിലെ അധ്യാപകരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് മാഷിന് യാത്രയയപ്പ് നൽകുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ് അദ്ദേഹം. 95 മുതലാണ് ഈ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു വരുന്നത്. നീണ്ട 17 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹം അതിനു മുമ്പ് വാണിയമ്പലത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ഞാൻ, അദ്ദേഹത്തിൻ്റെ കുട്ടിയായി, അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥനായി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. 87 മുതൽ അദ്ദേഹം ഈ അധ്യാപന രംഗത്തുണ്ട്. വളരെ ലാളിത്യത്തോടുകൂടി, വളരെ എളിമയോടുകൂടി, വളരെ നല്ല രീതിയിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഏത് രീതിയിലാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന രീതിയിൽ കഴിഞ്ഞ 10-17 വർഷക്കാലമായി 95 മുതലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആ ബന്ധം, ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു യാത്രയയപ്പ് പരിപാടിയാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ PTA-യും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരും നടത്തിയിട്ടുള്ളത്. അവരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്ട ജീവിതകാലം കൂടി നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷൈജൽ സാർ. ഇനി പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ സാർ സിദ്ദീഖ് മാഷിനുള്ള ഉപഹാരം കൈമാറുന്നു. ആദരപൂർവം സിദ്ദീഖ് മാഷയെയും അജ്മൽ സാറിനെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. നന്ദി. അജ്മൽ സാർ വേദിയോട് 2 വാക്ക് സംസാരിക്കുന്നു. ആദരപൂർവം അജ്മൽ സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സ്നേഹിതൻ ഷൈജൽ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വണ്ടൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ അവർകൾ, വേദിയിലുള്ള നമ്മളെ യാത്രയയപ്പ് നൽകുന്ന, അതല്ലെങ്കിൽ കഴിഞ്ഞ 28 വർഷം ഈ സ്ഥാപനത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുള്ള സിദ്ദീഖ് മാഷ്, നിലവിലെ HM ഷിഹാബ് മാഷ്, മറ്റു വേദിയിലുള്ള മാനേജർ KT അഷ്റഫ് എന്ന കുഞ്ഞാൻ,